ഗൈസ് നമ്മുടെ ഫാമിലി ബ്രീഡ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരുപാട് കോഴി ഫിഷിന്റെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അവരെ മൊത്തം നമ്മളിപ്പോൾ ഒരു വേറൊരു പോണ്ടിലേക്ക് ഇറക്കാൻ പോവാണ്. ഇക്കാണുന്ന ഇത്തിരി കുഞ്ഞന്മാരാണ് കേട്ടോ നമ്മുടെ കോഴി ഫിഷിന്റെ കുട്ടികൾ. 3 ദിവസം പ്രായമായവരാണ് കേട്ടോ ഇവരെ ഇനി ഒരു ടാങ്കിലിട്ട് കഴിഞ്ഞാൽ അവരെ ഗ്രോത്ത് ഒക്കെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ വലിയൊരു പോണ്ടിലേക്ക് ഇവരെ മാറ്റണം കേട്ടോ. അതിനുവേണ്ടി ഞാൻ വലിയൊരു പോണ്ടിൽ ഒരുപാട് ഇലയൊക്കെ ഇട്ട് അതിൽ ഇൻഫോസൂരിയൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് മൊയിനൊക്കെ ഇറക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടാങ്കിലേക്ക് ഇനി ഈ കുഞ്ഞുങ്ങൾ ഇറക്കി കഴിഞ്ഞാൽ അവന്മാർക്ക് നല്ല പെട്ടെന്ന് ഗ്രോത്ത് കിട്ടും. പക്ഷേ ഇവന്മാരെ പിടിച്ചു മാറ്റൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. വലകൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഡാമേജ് പറ്റും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഓസ് വെച്ചിട്ടാണ് കേട്ടോ ഇവന്മാരൊക്കെ നമ്മൾ അതിലേക്ക് മാറ്റാൻ പോണത്. എങ്ങനെയാണെന്നല്ലേ, നമ്മൾ ഈ ഒരു പോണ്ടും ആ ഒരു പോണ്ടും കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം ഈ പോണ്ട് കുറച്ച് ഹൈറ്റിലാണ്, മറ്റേത് താഴത്താണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പോണ്ടിൽ നിന്ന് ഈ ഒരു പൈപ്പ് വെച്ച് വെള്ളം ഈസി ആയിട്ട് വലിച്ച് ആ ഒരു പോണ്ടിലേക്ക് വിടാൻ പറ്റും. ഈ ഒരു ഓസ് എന്തുകൊണ്ടാണ് ഇതിലേക്ക് വെച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫാമിൻ്റെ ഈ ബൗണ്ടറിക്ക് ഉള്ളിലല്ല കേട്ടോ നമ്മുടെ ഈ ഒരു പുതിയൊരു പോണ്ട്, നമ്മുടെ ഈ ഒരു ബൗണ്ടറിക്ക് പുറത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെയും വരാൻ മീൻ കുഞ്ഞുങ്ങൾ എത്തിക്കാൻ ആ പൈപ്പിലേക്ക് തന്നെ കണക്ഷൻ കൊടുക്കണം. അപ്പോൾ ഈ ഒരു പറമ്പിലാണ് നമ്മുടെ പുതിയൊരു ടാങ്ക് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, നമ്മുടെ കുഞ്ഞുമീനുകളൊക്കെ ആ ഒരു പൈപ്പിൽ കൂടെ നമ്മുടെ ഒരു പുതിയ പോണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളവും കുഞ്ഞുമീനുകളൊക്കെ സേഫായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ ഈ ഒരു പോണ്ടിലേക്ക് എത്തും. അപ്പോൾ ഇനി ഇവന്മാർ ഇത്തിരി വലുതായി കഴിഞ്ഞാൽ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫോളോ ചെയ്യാൻ മറക്കല്ല. അപ്പം ഇനി പുതിയൊരു വീഡിയോയിലാണ്. എല്ലാവർക്കും ബായ്.